environmental engineering, transportation engineering, water resource engineering, and survey and remote sensing. സോ നിങ്ങൾക്ക് ആ നെയിം കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊക്കെ എന്താ സജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ആ ഡിസിപ്ലിന്റെ സ്റ്റഡി ഏരിയ ഏതാണെന്ന് നിങ്ങൾക്ക് അത് ഈ ഓരോ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. സോ ഫസ്റ്റ് നമുക്ക് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് എന്താണെന്ന് നോക്കാം. സോ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ്, സോ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ എന്ന് കേട്ടിട്ടുണ്ടോ? സൈറ്റ് എഞ്ചിനീയർ, നമ്മൾ ഓരോ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത്, കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ അതിന്റെ ഒരു എഞ്ചിനീയർ ഉണ്ടാവില്ലേ, സൈറ്റ് എഞ്ചിനീയർ. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഒരു സിവിൽ എഞ്ചിനീയർ ഉണ്ടാവില്ലേ, ബിൽഡിങ്ങിന്റെ ഒക്കെ അടുത്ത് നോക്കി നടത്താനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് നോൺ ആസ് എ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ. അദ്ദേഹത്തെ പറയുന്ന പേരാണ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹി ടേൺസ് ഡിസൈൻ ഇൻ ടു റിയാലിറ്റി. അപ്പൊ ആരെങ്കിലും ഒരാൾ ഡ്രോ ചെയ്യുന്ന ആൾ ഡിസൈൻ ചെയ്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യും, കൊടുക്കും. അപ്പൊ അദ്ദേഹം എന്തുണ്ടാവും, ഡിസൈൻ അല്ലെങ്കിൽ ടേൺസ് ഡിസൈൻ ഇൻ ടു റിയാലിറ്റി. ആ ഡിസൈൻ അല്ലെങ്കിൽ ആ പേപ്പറിലുള്ള സാധനത്തിന് റിയാലിറ്റി ആക്കാൻ ആര് നോക്കുക, ഒരു കൺസ്ട്രക്ഷൻ എഞ്ചിനീയറാണ് നോക്കുക. അതുപോലെ മാനേജ്മെന്റ് ഓഫ് കൺസ്ട്രക്ഷൻ റിസോഴ്സസ്, അതായത് കൺസ്ട്രക്ഷൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് ആർക്ക് ഉണ്ടാവും, ഈ കൺസ്ട്രക്ഷൻ എഞ്ചിനീയേഴ്സിന് ഉണ്ടാവും. സോ മെയിൻ എന്തൊക്കെയാ കൺസ്ട്രക്ഷൻ റിസോഴ്സസ് എന്ന് പറയുന്നത്, എന്തൊക്കെയാ? ലേബർ അല്ലെ, പണിക്കാരാണ് മെയിൻ ആയിട്ടുള്ളത് ഒരു റിസോഴ്സ് എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ലേബേഴ്സിനെ കൺട്രോൾ ചെയ്യും. മെറ്റീരിയൽസ്, അതായത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ, സിമെന്റ്, സാൻഡ്, കോഴ്സ് അഗ്രിഗേറ്റ് അങ്ങനത്തെ, അതുപോലെ റീഇൻഫോഴ്സ് ബാർ, അയൺ ബാർ, ഇതൊക്കെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്യുപ്മെന്റ്. അപ്പൊ എക്യുപ്മെന്റ് കേട്ടിരുന്ന കോൺക്രീറ്റ് മിക്സർ, അങ്ങനെ ഓരോ എക്യുപ്മെന്റ്സ്. അതുപോലെ മണി കൺട്രോൾ ചെയ്യുന്നവരായിരിക്കും ഈ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ ആയിരിക്കും. ആൻഡ് ടൈം മീൻസ് ടൈം ഓഫ് കംപ്ലീഷൻ, അതൊക്കെ നോക്കുന്നവരായിരിക്കും ഈ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ. നെക്സ്റ്റ് അപ്ലിക്കേഷൻ ഓഫ് നോളജ് ഓഫ് കൺസ്ട്രക്ഷൻ മെത്തേഡ് ആൻഡ് എക്യുപ്മെന്റ് along with the principle of financing, planning and management to turn the design into successful facilities. So നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നും കൂടി ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, അതായത് ഓരോ കൊല്ലം പോകുന്നതോറും അല്ലെങ്കിൽ ഓരോരോ സമയം പോകുന്നതോറും എന്താ പുതിയ പുതിയ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് വരും. കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് എന്ന് വെച്ചാൽ പല രീതിയിലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ കൊല്ലം. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം 5 കൊല്ലം മുമ്പത്തെ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡ് ആയിരിക്കില്ല ഇപ്പോഴുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡ് ഉണ്ടാവുന്നത്. അപ്പൊ അതിനൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ടാവും. അപ്പൊ ഡിപ്പെൻഡിങ് ഓൺ, അതായത് അതൊക്കെ ഈ കൺസ്ട്രക്ഷൻ മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ ഫാക്ടറുകളുടെ മണിയാണ്. പൈസ, ചില കൺസ്ട്രക്ഷൻ മെത്തേഡിന് പൈസ കൂടും, ചില കൺസ്ട്രക്ഷൻ Okay, we can continue. So, ഒരു കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ എന്ത് പറയാ, ഏത് മെത്തേഡ് യൂസ് ചെയ്യണം, കൺസ്ട്രക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നെന്ന് അങ്ങനത്തെ ഒക്കെ രീതിയിൽ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ നോക്കുന്നത് ആരാണ്? കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ ആണ്. അപ്പൊ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ ആണ് ടേൺസ് ഡിസൈൻ ഇൻ ടു റിയാലിറ്റി ആൻഡ് ഹി മാനേജ്, അദ്ദേഹത്തിന് ഒരു മാനേജ്മെന്റ് സ്കില്ല് വേണം. ഹി മാനേജ് ലേബേഴ്സ്, മെറ്റീരിയൽ, എക്യുപ്മെന്റ്, മണി ആൻഡ് ടൈം. ആൻഡ് അതുപോലെ തന്നെ എന്താ, കൺസ്ട്രക്ഷൻ മെത്തേഡ് ഏത് വേണം? ഒരുപാട് കൺസ്ട്രക്ഷൻ മെത്തേഡ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് തന്നെ നമ്മുടെ ഒരു വീട് പണിയുമ്പോൾ മെത്തേഡ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് തന്നെ നോക്കുക. ചിലർ ടൈലിടും, ചിലർ മാർബിൾ ഇടും, അപ്പൊ അങ്ങനെ ചിലർ ഗ്രാനൈറ്റ് ഇടും. അപ്പൊ അതൊക്കെ ഡിപ്പെൻഡിങ് ഓൺ ദ കോസ്റ്റ്. അതൊക്കെ കോസ്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതൊക്കെ സജസ്റ്റ് ചെയ്യുന്നതൊക്കെ എന്തായിരിക്കും? ഈ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ ആയിരിക്കും. അല്ലെങ്കിൽ ഓരോ മെത്തേഡ്, നമുക്ക് വാള് തന്നെ, നമ്മുടെ വീട്ടിലുള്ള ചുമര് തന്നെ നമുക്ക് പല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തൂടെ. സോ ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോസ്റ്റ്, ഇതിന്റെ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം എന്നൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ആരായിരിക്കും? ഈ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ ആയിരിക്കും. ഓക്കെ, സോ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ എന്തെന്ന് ക്ലിയർ ആയോ? സോ വാട്ട് ഈസ് എ റോൾ ഓഫ് എ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എഞ്ചിനീയേഴ്സിന്റെ സ്റ്റഡി ഏരിയ എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ സ്ട്രക്ചറൽ എഞ്ചിനീയർ. അപ്പൊ സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ സ്ട്രക്ചറൽ എഞ്ചിനീയർ നെയിം തന്നെ പറയുന്നുണ്ട്. സോ സ്ട്രക്ചറൽ മെമ്പേഴ്സ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്കൊരു ബിൽഡിംഗ്, ഇപ്പൊ നമ്മുടെ കോളേജ് ബിൽഡിംഗ് ആയാലും നിങ്ങളുടെ സ്കൂളിലെ ബിൽഡിംഗ് ആയാലും എന്ത് ബിൽഡിംഗ്, ആ ഓക്കെ, ആ ബിൽഡിങ്ങിലെ ഒരു സ്ട്രക്ചറൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ?
വാട്ട് ആർ ദ സ്ട്രക്ചറൽ മെമ്പേഴ്സ് ഇൻ ദാറ്റ് ബിൽഡിംഗ്, അവർ കോളേജ് ബിൽഡിംഗ്. ഏതൊക്കെ സ്ട്രക്ചറൽ മെമ്പർ? മെയിൻ ഫൂട്ടിങ്സ് ഉണ്ടാവും. ഫൂട്ടിങ്സ് ഫൗണ്ടേഷൻ വരുന്നതാണ് ഫൂട്ടിങ്. ബീം ഉണ്ടാവും, കോളം ഉണ്ടാവും, സ്ലാബ് ഉണ്ടാവും അല്ലെ. സോ ദീസ് ആർ ദ സ്ട്രക്ചറൽ മെമ്പേഴ്സ്. ഇതാണ് നമ്മുടെ ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫൂട്ടിങ്, ബീം, കോളം, സ്ലാബ്. ഓക്കെ, ദീസ് ആർ ദ സ്ട്രക്ചറൽ മെമ്പേഴ്സ്. അപ്പൊ ഇതാണ് ലോഡ് എടുക്കുന്ന മെമ്പേഴ്സിനാണ് നമ്മൾ സ്ട്രക്ചറൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലോഡൊക്കെ എടുക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ബിൽഡിങ്ങിന്റെ മുകളിൽ ഇപ്പൊ വേറൊരു നിലയുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു 10 നില ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ താമസിക്കുന്നുണ്ടെങ്കിൽ, ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ, നമ്മൾ അതിന്റെ മുകളിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ വെയിറ്റ് വരും. ഇതിനൊക്കെ വെയിറ്റ് എടുക്കുന്ന ആളെ പറയുന്ന ഒരു പേരാണ് സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്യാം, അതുപോലെ തന്നെ അനലൈസ് ചെയ്യാം ഓഫ് എ സ്ട്രക്ചർ ദാറ്റ് സപ്പോർട്ട് ദെയർ ഓൺ വെയിറ്റ്. അതൊന്നും നിങ്ങൾ പഠിക്കണ്ട. സോ ഒരു ബിൽഡിങ്ങിന്റെ അനാലിസിസ് ആൻഡ് ഡിസൈൻ പാർട്ട് കൺട്രോൾ ചെയ്യുന്ന ആളാണ് എന്ത് പറയുന്നത്? സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിന്റെ അനാലിസിസ് ആസ് വെൽ ആസ് ഡിസൈൻ അത് ചെയ്യുന്നത് ആരായിരിക്കും? ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിരിക്കും. ഓക്കെ, സോ ഡിസൈൻ അനാലിസിസ് മീൻസ് ദ സ്ട്രക്ചറൽ മെമ്പേഴ്സ് ഉണ്ടാവും. ഒരു ബിൽഡിങ്ങിന് സ്ട്രക്ചറൽ ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സ് ഉണ്ടാവും. അത് പറഞ്ഞാൽ ബീം, കോളം, സ്ലാബ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്ട്രക്ചറൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെയൊക്കെ ഡിസൈൻ, അത് എത്ര തിക്നെസ് വേണം, എത്ര ലെങ്ത് വേണം, എത്ര വിഡ്ത്ത് വേണം, എത്ര അയൺ റോഡ് വേണം. ഓക്കെ, ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നതും അതുപോലെ തന്നെ അനലൈസ് ചെയ്യുന്നത് ആരായിരിക്കും? സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിരിക്കും. അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്ര ലോഡ്, ഇത്ര വെയിറ്റ് എടുക്കുമ്പോൾ അത് ഫെയിൽ ആവില്ലേ എന്നുള്ളൊരു ഇതിനാണ് നമ്മൾ അനലൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്താ ചെയ്യുന്നത്? അനലൈസ് ആൻഡ് ഡിസൈൻ ദ സ്ട്രക്ചർ ദാറ്റ് സപ്പോർട്ട് ദെയർ ഓൺ വെയിറ്റ്. അതിന്റെ വെയിറ്റ് തന്നെ അത് നോക്കണം. ആൻഡ് ദ ലോഡ് ദാറ്റ് ക്യാരി, അത് എത്ര ലോഡ് ക്യാരി ചെയ്യും. ആൻഡ് റെസിസ്റ്റ് അഗെയിൻസ്റ്റ് ഫോഴ്സസ് ഫ്രം വിൻഡ്, എർത്ത്, ബോംബിംഗ്, ടെമ്പറേച്ചർ ആൻഡ് അതർ. അപ്പൊ ഈ ഒക്കെ ലോഡ് അത് എടുക്കുവോ ഒന്ന് നോക്കുന്ന, അനലൈസ് ചെയ്യും. അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യുന്നതിന് ആരുടെ ഫംഗ്ഷൻ ആണ്? സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്താ ഡെവലപ്പ് അപ്രോപ്രിയേറ്റ് കോമ്പിനേഷൻ ഓഫ് സ്റ്റീൽ, കോൺക്രീറ്റ്, ടിമ്പർ, പ്ലാസ്റ്റിക് ആൻഡ് നോൺ എക്സോട്ടിക് മെറ്റീരിയൽ. അപ്പൊ നമ്മൾ ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും എന്താ സ്റ്റീൽ ബീംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും, സ്റ്റീൽ ബീംസ്. അപ്പൊ അതൊക്കെ നോക്കുന്നത് സ്ട്രക്ചറൽ ഇതാണ്, എഞ്ചിനീയറാണ് നോക്കുക. മസ്റ്റ് ഓൾസോ കൺസിഡർ ദ എക്കണോമിക്, aesthetics and social implication of this their creature. അപ്പൊ അതിന്റെ അനുസരിച്ചിട്ട് അതിന്റെ കാര്യങ്ങളും സോഷ്യൽ ആയിട്ടുള്ളതും എസ്തെറ്റിക് ആയിട്ടുള്ളതും ഇദ്ദേഹം ഡിസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ക്ലിയർ ആയി വിചാരിക്കണം വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എ സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ. ജിയോ ടെക്നിക്കൽ ഞാൻ പറഞ്ഞു സോയിൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഈ സോയിലിന്റെ മുകളിലാണ് നമ്മുടെ എല്ലാ ബിൽഡിങ്ങും നിൽക്കുന്നത്. അപ്പൊ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ്, അപ്പൊ ഓരോ സോയിലും ഓരോ രീതിയിലുള്ള ലോഡ് എടുക്കാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, എല്ലാ സോയിലും കൂടുതൽ ലോഡ് എടുക്കണമെന്നില്ല. ഇപ്പം നമ്മൾ ബീച്ചിന്റെ അവിടെയൊക്കെ ആണെങ്കിൽ മണ്ണ് ഉണ്ടല്ലേ, പൂഴി മണ്ണാണത്. അവിടെ നമ്മൾ വലിയ ബിൽഡിംഗ് കൊണ്ടുപോയിട്ട് നേരെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പൊ ഓരോ സോയിലിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും അത് എത്ര ലോഡ് എടുക്കുന്നൊക്കെ പഠിക്കുന്ന ഒരു ഏരിയയാണ് എന്ത് പറയുന്നത്? ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ. സോയിൽ പ്രോപ്പർട്ടീസ്, അതുപോലെ അത് എത്ര ലോഡ് എടുക്കും, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നോക്കുന്നത് എന്ത് പറയുന്നത്? ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം മെയിൻ ആയിട്ട് എത്ര ലോഡ് എടുക്കും, അപ്പൊ ഏത് സപ്പോർട്ട് കൊടുക്കണം, ഇതൊക്കെ നോക്കുന്നത് ആരായിരിക്കും? ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ആയിരിക്കും ഇത് നോക്കുന്നുണ്ടാവുക. ഓക്കെ, ഡിറ്റർമിൻ ദ ബെസ്റ്റ് വേ ടു സപ്പോർട്ട് ദ സ്ട്രക്ചേഴ്സ് ഇൻ ദ ഗ്രൗണ്ട്. അപ്പൊ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം നമ്മുടെ ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്യാൻ? ഓക്കെ, ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സോയിൽ. അപ്പൊ സോയിൽ അനുസരിച്ചായിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഒരുപാട് ടൈപ്പ് ഫൗണ്ടേഷൻ നമുക്ക് അവൈലബിൾ ആണ് ഇത് കാലത്ത്. ഒരുപാട് ടൈപ്പ് ഫൗണ്ടേഷൻ ഉണ്ട്. സോ ഇതൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ആയിരിക്കും. ഏത് ഫൗണ്ടേഷൻ കൊടുക്കണം, ഫൗണ്ടേഷൻ ഡിസൈൻ ഒക്കെ ചിലപ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ബട്ട് നമ്മുടെ ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ടേക്ക് പാർട്ട് ഇൻ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഡാം, എംബാക്ക്മെന്റ് ആൻഡ് റീറ്റെയിൻ വാൾ. ഡാംസിന്റെയും എംബാക്ക്മെന്റ് വാളിന്റെ റീറ്റെയിൻ വാളിന്റെ ഒക്കെ ഡിസൈനിന് എടുക്കുന്നതായിരിക്കും ഈ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു പോയിന്റ് ആഡ് ചെയ്യണ്ടായിരുന്നു. അതായത് അദ്ദേഹം അല്ലെങ്കിൽ എൻവയോൺമെന്റൽ എഞ്ചിനീയർ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ അണ്ടറിൽ വരുന്നതാണ് സോയിൽ പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ദ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. സോയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചുള്ള സ്റ്റഡി.
അതിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിനെ കുറിച്ചുള്ള സ്റ്റഡി, അല്ലെങ്കിൽ ആ ഏരിയ ഒക്കെ കവർ ചെയ്യുന്നത് ആരായിരിക്കും? ഈ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ആയിരിക്കും. ജിയോടെക് എന്ന് ഉദ്ദേശിക്കുന്നത് സോയിൽ റിലേറ്റഡ് ആയിട്ട്. നിങ്ങൾ കേട്ടിരുന്നാൽ മതി, നിങ്ങളത് ഇത് തന്നെ പഠിച്ചു എഴുതാനൊന്നുമില്ല, നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ എന്ന് വെച്ചാൽ സോയിൽ റിലേറ്റഡ് ആയിട്ടാണ്. അപ്പൊ സോയിൽ റിലേറ്റഡ് ആയിട്ട് ബിൽഡിങ്ങിന്റെ പർപ്പസ് എന്താ? നമുക്ക് ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ കൊടുക്കണം ഡിപ്പെൻഡിങ് അപ്പോൺ ദ സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതുപോലെ സോയിൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കുക. അതുപോലെ സോയിലിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിനെ കുറിച്ച് പഠിക്കുക. അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഡീൽ ചെയ്യുന്ന ആരായിരിക്കും? ഒരു ജിയോടെക് എഞ്ചിനീയർ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് എ ജിയോടെക്നിക്കൽ എഞ്ചിനീയർ. നെക്സ്റ്റ് ഈസ് എൻവയോൺമെന്റൽ എഞ്ചിനീയർ. സോ പേര് കേൾക്കുമ്പോൾ തന്നെ എൻവയോൺമെന്റൽ. അപ്പൊ എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഇഷ്യൂസിൽ ഇടപെടുന്ന ഒരാളായിരിക്കും ഒരു എൻവയോൺമെന്റൽ എഞ്ചിനീയർ. അപ്പൊ എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്തൊക്കെയാ? ഡ്രിങ്കിങ് വാട്ടർ ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂ ആണ് അല്ലെ? നമുക്ക് നല്ല കുടിവെള്ളം വേണം. കുടിവെള്ളം, പൈപ്പ് ലൈൻ അല്ല ഉദ്ദേശിക്കുന്നത്, നല്ല വെള്ളം, കുടിക്കാൻ പാകത്തിനുള്ള വെള്ളം. അപ്പൊ അത് ഒരു എൻവയോൺമെന്റൽ ആണ്. അതുപോലെ നമ്മുടെ എന്താ, ക്ലീൻ ചെയ്യുക നമ്മുടെ സറൗണ്ടിങ്സ്, ലാൻഡ് പൊല്യൂഷൻ ഇല്ലാതിരിക്കാൻ നോക്കുക. അതുപോലെ വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനും ആ വേസ്റ്റിനെ മാനേജ് ചെയ്യാനും ആര് നോക്കണം? ഈ എൻവയോൺമെന്റൽ എഞ്ചിനീയർക്ക് നോക്കുന്നുണ്ടാവുക. നമ്മളൊക്കെ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഏരിയസ് ഉണ്ടാവില്ല, ഈ വേസ്റ്റ് ഒക്കെ ഈ നഗരസഭ എടുത്തുകൊണ്ട് പോവാല്ലേ ചെയ്യാം. വേസ്റ്റ് ഒക്കെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിടും, അത് നഗരസഭ എടുത്ത് എവിടെയെങ്കിലും കൊണ്ടിടും. ഓക്കെ, അപ്പൊ ആ ഒരു വേസ്റ്റ് കൺട്രോൾ സിസ്റ്റവും അതുപോലെ ആ വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യാന്നൊക്കെ നോക്കുന്നത് ഈ എൻവയോൺമെന്റൽ എഞ്ചിനീയർ ആയിരിക്കും. അതുപോലെ വാട്ടർ ട്രീറ്റ്മെന്റ്, വാട്ടർ റിലേറ്റഡ് ആയിട്ടെല്ലാം, എയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പൊല്യൂഷനും കൺട്രോൾ ചെയ്യുന്നതും ടെസ്റ്റ് ചെയ്യുന്നതും ആരായിരിക്കും? എൻവയോൺമെന്റൽ എഞ്ചിനീയർ ആയിരിക്കും. ഓക്കെ, വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള പൊല്യൂഷൻ, അതിന്റെ ടെസ്റ്റിങ്, ഓക്കെ, ആ പൊല്യൂഷൻ കുറയ്ക്കാൻ ഇതൊക്കെ നോക്കുന്നത് ആരായിരിക്കും? ഈ എൻവയോൺമെന്റൽ എഞ്ചിനീയർ ആയിരിക്കും. ക്ലിയർ അല്ലേ? വേസ്റ്റ്, ലാൻഡ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ, ഓക്കെ, അതൊക്കെ ചെയ്യുന്നവരായിരിക്കും ഈ എൻവയോൺമെന്റൽ എഞ്ചിനീയർ ആയിരിക്കും. അതുപോലെ നല്ല ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ വേസ്റ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് എൻ എൻവയോൺമെന്റൽ എഞ്ചിനീയർ. ഡെഫിനേഷൻ ഒന്നും നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. എൻവയോൺമെന്റൽ എഞ്ചിനീയർ ഡീൽ ചെയ്യുന്നത് എന്താ? എൻവയോൺമെന്റൽ പൊല്യൂഷൻ കുറയ്ക്കാൻ നോക്കും അദ്ദേഹം. അപ്പൊ എൻവയോൺമെന്റ് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ലാൻഡ് പൊല്യൂഷൻ, അതായത് ലാൻഡ് പൊല്യൂഷൻ വരെ വേസ്റ്റ് കൊണ്ടിടാണ്, അല്ലാതെ ലാൻഡ് പൊല്യൂഷൻ വരില്ലല്ലോ. ആൾക്കാർ വേസ്റ്റ് കൊണ്ട് ഭൂമി ലാൻഡിൽ കൊണ്ടിടുമ്പോഴാണ്. അപ്പൊ അതിനെ സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൊണ്ടുവരിക, ലാൻഡ് പൊല്യൂഷൻ കുറയ്ക്കാനുള്ള മെത്തേഡ് കൊണ്ടുവരിക. വാട്ടർ പൊല്യൂഷൻ കുറയ്ക്കുക, വാട്ടറിനെ നല്ല ഇതാക്കുക, പൊല്യൂട്ടഡ് വാട്ടർ ആണെങ്കിൽ അതിനെ പ്യൂരിഫൈ ചെയ്യുക. എയറിന്റെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക, പൊല്യൂഷൻ എത്ര ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് ആയിട്ട് സപ്ലൈ ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് ഒരു എൻവയോൺമെന്റൽ എഞ്ചിനീയറിന്റെ ഫംഗ്ഷൻ. ഓക്കെ, സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ആൻ എൻവയോൺമെന്റൽ എഞ്ചിനീയർ. നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ. നിങ്ങൾക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് ഹൈവേ, റെയിൽവേ, എയർപോർട്ട്, അതുപോലെ ഹാർബർ, പോർട്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഡിസൈനും പ്ലാനിങ്ങും കൺസ്ട്രക്ഷനും ഒക്കെ വരുന്നത് ആരുടെ അണ്ടറിലായിരിക്കും? ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിന്റെ അണ്ടറിലായിരിക്കും. അത് റോഡ്, ഇപ്പൊ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന ആളെ കൊണ്ടുപോയിട്ട് റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ പറയാൻ പറ്റുമോ? ഇല്ല. സോ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ ആയിരിക്കും റോഡ് കൺസ്ട്രക്ട് ചെയ്യുക, റെയിൽവേ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ എയർപോർട്ടിന്റെ റൺവേ കാര്യങ്ങളൊക്കെ ഇല്ലേ, എയർപോർട്ടിന്റെ റൺവേ, അത് ഫ്ലൈറ്റ് ഒന്ന് ഇറങ്ങുന്ന ആ പോർഷൻ റൺവേ, അതൊക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ടാവാരായിരിക്കും? ഈ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും. നിങ്ങൾ ആലോചിക്കുകയാണ്, ഈ ഹൈവേ ഒക്കെ ഡിസൈൻ ചെയ്യാനുണ്ടോ എന്ന്. ഹൈവേ ഒക്കെ ഒരുപാട് ഡിസൈൻ ചെയ്യാനുണ്ട്. ഹൈവേ ഒക്കെ ഡിസൈൻ പാരാമീറ്റേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഞെട്ടിപ്പോവും. അത്രയധികം പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ഹൈവേ ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ ഒരു പുതിയൊരു റോഡ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എത്രമാത്രം സർവേ ചെയ്യണമെന്ന് അറിയോ? അതായത് വെറുതെ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യണ, പഞ്ചായത്ത് റോഡ് കൺസ്ട്രക്ട് ചെയ്യണ കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു വലിയൊരു റോഡ്, ഒരു 6 ലൈൻ, ഒരു എക്സ്പ്രസ് ഹൈവേ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതിലൊക്കെ ഒരുപാട് സർവേ തന്നെ വേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ എന്താ അതിന്റെ അലൈൻമെന്റ് എന്ന് വെച്ചാൽ ഏത് വഴി കൂടി പോണം, ഏത് ഡിസൈൻ, എന്തൊക്കെ ഡിസൈൻ അതിന് നോക്കണം, ആക്സിഡന്റ് കുറയ്ക്കാൻ എന്തൊക്കെ നോക്കണം, എവിടെയൊക്കെ സിഗ്നൽ ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. നമുക്കറിയാം ഈ ട്രാഫിക് സിഗ്നൽസ് തന്നെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊടുത്തിട്ട് തന്നെ ആക്സിഡൻസ് കൂടുന്നു. അതുപോലെ എവിടെയൊക്കെ സ്പീഡ് ഹംസ് കൊടുക്കണം, റോഡിൽ എവിടെയൊക്കെ മാർക്കിങ്സ് കൊടുക്കണം. അപ്പൊ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന, ഇതൊക്കെ നോക്കുന്നത് ആരായിരിക്കും? നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ ആയിരിക്കും. അതുപോലെ റെയിൽവേസിൽ ഇതൊക്കെ തന്നെ ഉണ്ട്. റെയിൽവേ സിഗ്നൽ ഡിസൈൻ ചെയ്യണ്ടേ,
അതുപോലെ ഹൈവേയിൽ നമുക്ക് സിഗ്നൽ ഡിസൈൻ ചെയ്യണ്ടേ, സിഗ്നൽ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇതാണ്, നമുക്ക് ആ സിഗ്നലിനൊക്കെ ടൈം ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ എറണാകുളം ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ സിഗ്നലിൽ ഇപ്പൊ 3 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. 3 മിനിറ്റ് ഒക്കെ സിഗ്നലിൽ നമ്മളിങ്ങനെ കിടക്കണം, എന്നാൽ മാത്രമേ റെഡ് ലൈറ്റ് മാറി ഗ്രീൻ ലൈറ്റ് വരുള്ളൂ. പക്ഷെ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഉള്ള സിഗ്നൽ, ചെറിയ സിഗ്നൽ, പാലക്കാട് അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ ഉള്ള സിഗ്നലൊക്കെ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 60 സെക്കൻഡ് ഉണ്ടാവുള്ളൂ, 1 മിനിറ്റ് ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പൊ ആ ടൈമൊക്കെ, അതൊക്കെ ടൈമൊക്കെ നമ്മൾ ശരിക്കും ഡിസൈൻ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്, അല്ലാതെ വെറുതെ തോന്നിയൊരു ടൈം ഇടുന്നതല്ല. നമ്മുടെ ഇതിലൊക്കെ നമ്മൾ ആ 60 സെക്കൻഡ് 30 സെക്കൻഡ് ഒക്കെ ഇടുന്നത് അത് ഡിസൈൻ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. അതായത് ഒരാൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ എത്ര ടൈം എടുക്കും, മനസ്സിലായോ? അതുപോലെ നമ്മുടെ ഈ സൈഡിൽ വരുന്ന വഴി, ഹൈവേ പോവാണ്, അപ്പൊ അതിന്റെ സൈഡില് വഴിയുണ്ട്, അപ്പൊ അതിൽ എത്ര വണ്ടികൾ വരും, മനസ്സിലായി? എത്ര വണ്ടികൾ വരും, അത് ആ എണ്ണത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ടൈമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ നല്ല നല്ല ടൗൺസിലൊക്കെ പോയി കഴിഞ്ഞാൽ പീക്ക് അവേഴ്സ് എന്ന് വെച്ചാൽ രാവിലെ ആൾക്കാർ ജോലിക്ക് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ട്രാഫിക് ടൈമിങ്ങും, അതുപോലെ തന്നെ വൈകുന്നേരം അല്ലെ പീക്ക് ടൈം, രാവിലെയും വൈകിട്ടുമാണ് പീക്ക് ടൈം എന്ന് പറയുന്നത് ട്രാഫിക്കിന്റെ. ആ സമയത്തൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ട്രാഫിക് സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക, ട്രാഫിക്കിന്റെ സിഗ്നൽ ലൈറ്റിന്റെ ഒക്കെ ടൈമിങ്ങും. അപ്പൊ അതൊക്കെ നോക്കുന്നതായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ ആണ്. And upgrading our transportation capacity by improving the traffic control and mass transit system. Okay, so mass transit system എന്ന് വെച്ചാൽ വലിയ വലിയ ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഹാർബർ അങ്ങനത്തെ വലിയ വലിയ സംഭവങ്ങളുണ്ടല്ലോ, അതിനാണ് മാസ് ട്രാൻസിറ്റ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്. സോ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സോ കൺട്രോൾ, വാട്ടറിനെ കൺട്രോൾ ചെയ്യുക, ദെൻ പ്രിവെന്റ് ഫ്ലഡ്. ഡാം ഒക്കെ ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ എന്ത് ചെയ്യുക, ഫ്ലഡിനെ പ്രിവെന്റ് ചെയ്യുക, വാട്ടർ സപ്ലൈ ചെയ്യുക. ഓക്കെ, അതുപോലെ ഈ പൈപ്പ് ലൈൻസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ ആയിരിക്കും, എൻവയോൺമെന്റൽ എഞ്ചിനീയർ ആയിരിക്കില്ല. വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ ആയിരിക്കും ഒരു പൈപ്പ് ലൈൻ സിസ്റ്റം ഇത് ചെയ്യുക, പമ്പിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കുക, ഡാംസ് ഉണ്ടാക്കുക, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക. So these are under the water resource engineer. Okay, drinking water supply ചെയ്യാനല്ല, ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫൈ ചെയ്യാനല്ല വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ എന്ന് വെച്ചാൽ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ചെയ്യുക. സപ്ലൈ വെച്ചാൽ പൈപ്പ് ലൈൻ ഉണ്ടാക്കുക. ഫ്ലഡ്, നമ്മുടെ നാട്ടിൽ ഫ്ലഡ് ഉണ്ടാകുമ്പോൾ അത് കൺട്രോൾ ചെയ്യുക. നമ്മുടെ നാട്ടിൽ ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഒരുപാട് ആരോപണങ്ങൾ വന്നില്ലേ, ഡാം മാനേജ്മെന്റിന് പറ്റിയൊരു പിഴവെന്നൊക്കെ പറയണില്ലേ, ഡാം തുറന്നുവിട്ട് ശരിയായില്ല എന്നൊക്കെ സത്യമല്ല എന്ന് തോന്നുന്നു. സോ ആ ഒരു ഇതില് അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഈ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ ആയിരിക്കും. അവിടെ ഒരു ഡാം എഞ്ചിനീയർ ഉണ്ട്. അതുപോലെ ഇലക്ട്രിക് പവർ പ്രൊഡക്ഷൻ, അത് ഡാം ഡിസൈൻ ചെയ്യുക, പൈപ്പ് ലൈൻ ഡിസൈൻ ചെയ്യുക, പമ്പിംഗ് സ്റ്റേഷൻ ഡിസൈൻ ചെയ്യുക, ഇതൊക്കെ വരുന്നത് എന്തായിരിക്കും, വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിന്റെ അണ്ടറിലായിരിക്കും വരുന്നുണ്ടാവുക. നെക്സ്റ്റ് സർവേ ആൻഡ് റിമോട്ട് സെൻസിങ്. സോ സർവേ ആൻഡ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർവേ ചെയ്യണ്ടേ, ലാൻഡ് ഏരിയ മെഷർ ചെയ്യണം അല്ലെ. സർവേയിങ് എന്ന് പറഞ്ഞാൽ ഏരിയ മെഷർ ചെയ്യണം, ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം, ലാൻഡ് വോളിയം മെഷർ ചെയ്യണം, ഓരോ പോയിന്റ് തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് മെഷർ ചെയ്യണം. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് വരുന്നത്, സർവേയിങ് ആൻഡ് റിമോട്ട് സെൻസിംഗിൽ വരുന്നത്. ഓക്കെ, സർവേയിങ് ആൻഡ് റിമോട്ട് സെൻസിംഗിൽ വരുന്നത്. അപ്പൊ ഒരു ലാൻഡ് ഏരിയ മെഷർ ചെയ്യുക, ഇങ്ങനെ എഴുതിയാൽ മതി, ഇങ്ങനത്തെ സെന്റൻസ് നിങ്ങൾ എഴുതണ്ട. ലാൻഡ് ഏരിയ നിങ്ങൾ മെഷർ ചെയ്യുക, അതുപോലെ ലാൻഡിന്റെ വോളിയം മെഷർ ചെയ്യുക, ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക, രണ്ട് പോയിന്റ് തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് മെഷർ ചെയ്യുക. അതുപോലെ ഇവിടെ വരുന്നതാണ് ഹൈവേ അലൈൻമെന്റ് ചെയ്യുക, റോഡ് അലൈൻമെന്റ്, ഹൈവേ അലൈൻമെന്റ്, ഇതൊക്കെ വരുന്നത് റിമോട്ട് സെൻസിങ്ങിന്റെ മേഖലയിലാണ് വരുന്നുണ്ടാവുക. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് ഡിസിപ്ലിൻസ് ഇൻ സിവിൽ എഞ്ചിനീയർ. ഓക്കെ, ദീസ് ആർ ദ ഡിഫറെന്റ് ഡിസിപ്ലിൻസ് ഇൻ സിവിൽ എഞ്ചിനീയർ. ഒന്നുകൂടി ഞാൻ ഓടിച്ച് പറഞ്ഞുതരാം. ഓക്കെ, സോ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ ക്ലിയർ ആയി. കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഉണ്ടാവുന്ന എഞ്ചിനീയർ ആണ് അദ്ദേഹം. എന്തുണ്ടാവും, ഈ ടേൺസ് ദ ഡിസൈൻ ഇൻ ടു റിയാലിറ്റി, ഡിസൈൻസിനെ റിയാലിറ്റി ആക്കും. ഹി കൺട്രോൾ ഓർ ഹി മാനേജ് ലേബേഴ്സ്, മെറ്റീരിയൽ, മണി ആൻഡ് ടൈം. ആലോചിച്ചറിയാം. അതുപോലെ ഹി സജസ്റ്റ് ഡിഫറെന്റ് എന്താ കൺസ്ട്രക്ഷൻ മെത്തേഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മണിയുള്ള മെയിൻ മണി ടൈം ഒക്കെ അനുസരിച്ചിട്ട് അദ്ദേഹം കൺസ്ട്രക്ഷൻ മെത്തേഡ് ഏത് സജസ്റ്റ് ചെയ്യണമെന്ന് യൂസ് ചെയ്യും അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് സ്ട്രക്ചറൽ എഞ്ചിനീയർ. സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ, ഹി അനലൈസ് ആൻഡ് ഡിസൈൻ ദ സ്ട്രക്ചറൽ മെമ്പർ. അപ്പൊ സ്ട്രക്ചറൽ മെമ്പർ ഡിസൈൻ ചെയ്യുന്നതിനാണ്, അനലൈസ് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത് എന്താ പറയാ, അതിന്റെ വിഡ്ത്ത്, ഡെപ്ത്, ഓക്കെ, അതുപോലെ എത്ര റീഇൻഫോഴ്സ്മെന്റ് പവർ വേണം, അനലൈസ് ചെയ്യുന്ന അത് ലോഡ് എടുക്കുവോ ഇല്ലേ എന്നൊക്കെ നോക്കുന്നതാണ് എന്ത് പറയുന്നത്, സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
ജിയോ ടെക്നിക്കൽ ഞാൻ പറഞ്ഞു സോയിൽ പ്രോപ്പർട്ടീസ്, സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ്, സോയിലിന്റെ സപ്പോർട്ടിംഗ് പവർ ഒക്കെ സ്റ്റഡി ചെയ്യുന്ന ഏരിയ ആണ് എന്ത് പറയുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അതുപോലെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ആയിരിക്കും സജസ്റ്റ് വിച്ച് ടൈപ്പ് ഫൗണ്ടേഷൻ വി നീഡ് ടു കൺസ്ട്രക്ട്, ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യണം ഡിപ്പെൻഡിങ് അപ്പോൺ ദ സോയിൽ. അതുപോലെ അദ്ദേഹം വരുന്നതാണ് എന്ത് പറയുന്നത്, ഇത്ര മതി. സോയിൽ പ്രോപ്പർട്ടീസ്, സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ സോയിലിന്റെ പവർ, അതുപോലെ സോയിലിന്റെ ഈ എന്താ പറയാ ഈ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ സോയിലിന്റെ എന്താ പറയാ സ്ട്രെങ്ത് കൂട്ടാനും ഉള്ള മെത്തേഡും ആര് ചെയ്യും, ഈ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ചെയ്യും. എൻവയോൺമെന്റൽ എഞ്ചിനീയർ ഞാൻ പറഞ്ഞു പൊല്യൂഷൻ ഇല്ലാതെ നോക്കുക, ലാൻഡ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക, അത് പൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എൻ എൻവയോൺമെന്റൽ എഞ്ചിനീയർ. ട്രാൻസ്പോർട്ടേഷൻ ഞാൻ പറഞ്ഞു ഹൈവേ, റെയിൽവേ, ഇതിനൊക്കെ ഡിസൈനും കൺസ്ട്രക്ഷൻ ഒക്കെ ഡീൽ ചെയ്യുന്നതാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്നത് എന്താ, ഈ ഫ്ലഡ് കൺട്രോൾ, വാട്ടർ സപ്ലൈ സിസ്റ്റം, പൈപ്പ് ലൈൻ, ഡാം, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊഡക്ഷൻ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതെല്ലാം ചെയ്യുന്നത് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ ആയിരിക്കും. സർവേ ആൻഡ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ എന്താ, സോ ഈ സർവേ ലാൻഡ് ഏരിയ, ലാൻഡ് വോളിയം, അതുപോലെ തന്നെ എന്താ ഡിസ്റ്റൻസ്, അതുപോലെ ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, അതുപോലെ അലൈൻമെന്റ് ഓഫ് ഹൈവേ, റെയിൽവേ എക്സെട്ര ഇസ് ഡൺ ബൈ ദ സർവേ ആൻഡ് റിമോട്ട് സെൻസിങ് ഏരിയ. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വാട്ട് ആർ ദ വേരിയസ് ഡിസിപ്ലിൻസ് ഇൻ സിവിൽ എഞ്ചിനീയേഴ്സ്? ക്ലിയർ ആയോ? വാട്ട് ആർ ദ വേരിയസ് ഡിസിപ്ലിൻസ് ഇൻ സിവിൽ എഞ്ചിനീയർ? ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയോ? ഓക്കെ, വാട്ട് ആർ ദ ഡിസിപ്ലിൻസ്? ഓക്കെ, ഗുഡ് ഗുഡ്, മതി മതി മതി. ഓക്കെ, ഗുഡ് ഗുഡ്. സോ ഇതാണ് നമ്മുടെ ഈ മൊഡ്യൂളിൽ വരുന്ന രണ്ടാമത്തെ ടോപ്പിക്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ടോപ്പിക് വരുന്നത് ഇതാണ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ റോള് അല്ലെ സിവിൽ എഞ്ചിനീയേഴ്സിന്റെ റോള് പഠിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ദ റോൾ ഓഫ് എ സിവിൽ എഞ്ചിനീയർ ഫോർ ദ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി? സോ അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് ഹി ഹാഡ് ടു ഫോർ ദ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ഒക്കെ കണക്റ്റഡ് ആണ്. ഇപ്പൊ ഈ ഡിസിപ്ലിൻസ് പഠിച്ചില്ലേ, ഈ ഡിസിപ്ലിൻസിന്റെ ഓരോ പോയിന്റ് അവിടെ കൊണ്ട് എഴുതി വെച്ചാൽ മതി, റോളായി. നമ്മളിപ്പോ ഡിസിപ്ലിൻസ് പഠിച്ചല്ലോ 7 എണ്ണം, അതിൽ ഓരോ പോയിന്റ്സ് നമ്മൾ ഇതൊക്കെ കൊണ്ട് ആ റോൾ അവിടെ കൊണ്ട് എഴുതി വെച്ചാൽ മതി. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ അവിടെ ഒക്കെ ഏകദേശം കണക്റ്റഡ് തന്നെയാണ്. ഓക്കെ ഓക്കെ, നമുക്ക് അപ്പൊ അടുത്ത ടോപ്പിക്ക് പോവാം. ഒരു മിനിറ്റ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ടോപ്പിക് എടുക്കാം.
അപ്പൊ നെക്സ്റ്റ് ആണ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിൽഡിങ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും എക്സാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിൽഡിംഗ്? അപ്പൊ ആസ് പെർ NBC എന്ന് പറയുന്നത് നാഷണൽ ബിൽഡിംഗ് കോഡ്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, അതായത് ബിൽഡിങ്ങിന് സാങ്ഷൻ കിട്ടാതിരിക്കുക. നമ്മൾ ഓരോ സിനിമകളിലും അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ബിൽഡിങ്ങിന് സാങ്ഷൻ കിട്ടിയില്ല, അതായത് ഗവൺമെന്റ് റൂൾ പ്രകാരം അല്ലാതെ പണിതേക്കുന്നത്, അപ്പൊ അത് പൊളിച്ചു കളയുന്നു. അങ്ങനത്തെ നിങ്ങൾ ഓരോ വാർത്തകൾ കണ്ടിട്ടുണ്ടാവില്ലേ? ബിൽഡിംഗ് മറ്റേ ഇപ്പൊ നമ്മുടെ ഈ അടുത്ത് മരടില് ഫ്ലാറ്റ് പൊളിച്ചില്ലേ, 3 ഫ്ലാറ്റുകൾ പൊളിച്ചു കളഞ്ഞു കണ്ടില്ലേ? മരടില് 3 ഫ്ലാറ്റ് പൊളിച്ചു കളഞ്ഞു. അപ്പൊ ഈ ഫ്ലാറ്റ് ഒക്കെ പൊളിച്ചു കളയേണ്ട റീസൺ എന്താ ഉണ്ടായിരുന്നത്? അവര് റൂള് വയലേറ്റ് ചെയ്തു. ആരാണ് ഈ റൂൾ എന്ന് പറയുന്നത്? ഹൂ ഇസ് ദ റൂൾ? അല്ലെങ്കിൽ ആ റൂൾ ഉണ്ടാക്കണ്ടേ? നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശിക്ഷിക്കാനുള്ള റൂളുണ്ട് അല്ലെ? അതുപോലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് പിഴവ് വരുത്തുക അല്ലെങ്കിൽ അത് തെറ്റായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, സോ അതിന് കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ന് പറയുന്നത് നാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന് പറയുന്നത്. അതൊരു ബുക്കാണ്, മനസ്സിലായോ? അത് റൂൾസ് ഒക്കെ അടങ്ങിയ ഒരു ബുക്കാണ് ഫോർ ബിൽഡിംഗ്. മനസ്സിലായില്ലേ? ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ് എന്ത് പറയുന്നത്, NBC എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരം, അപ്പൊ അതിലൊരു ബുക്ക് ഞാൻ പറഞ്ഞു, ഇതൊരു ഒരുപാട് എന്താ പറയാ ബിൽഡിംഗ് ലോസ് അതിലുണ്ട്, നിയമങ്ങൾ. ബിൽഡിങ്സിന് ഒരുപാട് നിയമങ്ങളുണ്ട്, എങ്ങനെയായിരിക്കും ഒരു ബിൽഡിംഗ്, എങ്ങനെ വേണം കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പൊ അതേക്കുറിച്ചുള്ള വലിയൊരു ബുക്കാണത്. അപ്പൊ അത് ഫുൾ പഠിക്കുന്നത് നമുക്ക് നടക്കില്ല. അപ്പൊ അതിൽ കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അപ്പൊ ആസ് പെർ ദ നാഷണൽ ബിൽഡിംഗ് കോഡ്, ദ ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് ആസ് പെർ ദ NBC, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിൽഡിംഗ്. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. വളരെ ഇമ്പോർട്ടന്റ്, എപ്പോഴും എക്സാം ചോദിക്കുന്നതാണ്, വളരെ സിമ്പിളുമാണ്. അതുപോലെ നാഷണൽ ബിൽഡിംഗ് ബോർഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ ലെവലുള്ളത്, നമ്മുടെ കേരള ലെവലുള്ളത് കേരള ബിൽഡിംഗ് റൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്, KBR, കേരള ബിൽഡിംഗ് റൂൾസ് എന്ന് പറഞ്ഞിട്ട്. കേരളത്തില് സ്പെഷ്യൽ ആയിട്ട് NBCയിൽ ഉള്ള സംഭവങ്ങൾ അതിലുണ്ട്. NBCയിൽ നിന്ന് വേറെ ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകതകളല്ലേ. നമ്മുടെ കേരള സ്റ്റൈൽ ബിൽഡിംഗ് അല്ലല്ലോ ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോഴുള്ളത്. ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ കൾച്ചേഴ്സ് ഉണ്ട്, അതുപോലെ അതിൻ്റെതായ ബിൽഡിംഗ് റൂൾസും ഉണ്ട്. നമ്മുടെ ഒക്കെ ഒരു പ്രശ്നം, നമുക്ക് ഒരുപാട് കോസ്റ്റൽ ലൈൻസ് വരുന്നുണ്ട്, അതുപോലെ റിവേഴ്സ് വരുന്നുണ്ട്, ഫോറസ്റ്റ് ഏരിയ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പല സ്ഥലത്തും പല ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ സ്റ്റേറ്റും ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്, ദാറ്റ് ഇസ് നോൺ ആസ്, അല്ലെങ്കിൽ ലോ അടങ്ങിയ ഒരു ബുക്ക് ഉണ്ട്, ദാറ്റ് ഇസ് നോൺ ആസ് കേരള ബിൽഡിംഗ് റൂൾസ്. ഓക്കെ, കേരള ബിൽഡിംഗ് റൂൾസ് എന്ന് പറഞ്ഞിട്ട് KBR ഉണ്ട്, കേരള ബിൽഡിംഗ് റൂൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, സോ അതിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള കുറച്ച് നിയമങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആസ് പെർ ദ NBC, നാഷണൽ ബിൽഡിംഗ് കോഡ്, വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിൽഡിംഗ്. അപ്പൊ നിങ്ങൾ ഒരുപാട് ടൈപ്സ് ബിൽഡിംഗ് കണ്ടിട്ടുണ്ടാവും. ഒന്ന് എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്, നമ്മുടെ കോളേജൊക്കെ എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതുപോലെ നിങ്ങൾ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ കല്യാണത്തിന്റെ ഹോള്, അതും എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് തമ്മിൽ നല്ല വ്യത്യാസമില്ലേ? റെസിഡൻഷ്യൽ ബിൽഡിംഗ്, നമ്മുടെ വീടും ഹോളും ഒക്കെ ആയിട്ട് ഒരുപാട് വ്യത്യാസങ്ങളില്ലേ? അതുപോലെ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങും ഡിഫറെന്റ് അല്ലേ? അതുപോലെ ഷോപ്പിംഗ് മാൾ, അത് ഡിഫറെന്റ് അല്ലേ? ഓക്കെ ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ബിൽഡിങ്ങുകൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിന് ഒരു ക്ലാസിഫിക്കേഷൻ ആസ് പെർ നമ്മൾ ബിൽഡിംഗ് റൂൾ പ്രകാരം എന്തൊക്കെ നമ്മൾ നോക്കണം. അപ്പൊ ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ദിസ് മച്ച് ഗ്രൂപ്പ് ABCDEFGHI. സംടൈംസ് I, ഇപ്പൊ നമ്മൾ I ചില ഇതിൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ J എന്നായിരിക്കും കാണുന്നുണ്ടാവുക കേട്ടോ. അതൊന്നും പ്രശ്നമില്ല. സോ ദീസ് ആർ ദ ഡിഫറെന്റ് എന്താ ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ആസ് പെർ ദ നാഷണൽ ബിൽഡിംഗ് കോഡ്. ഓക്കെ, ഗ്രൂപ്പ് A, ഈ പേര് പഠിച്ചു വെച്ചാൽ മതി, പേരിന് തന്നെ 5 മാർക്ക് കിട്ടും. ഈ ഓർഡർ തെറ്റാതെ എഴുതുക. ഫസ്റ്റ് റെസിഡൻഷ്യൽ, then educational, then institutional, then assembly building, then business building, next mercantile building, industrial building, storage building, hazardous building. So these are the different types of building. അപ്പൊ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് നോക്കണ്ട, ഈ പേര് പഠിക്കുക, അതിനെക്കുറിച്ച് 2 പോയിന്റ് പഠിക്കാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പാരഗ്രാഫായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. നമുക്ക് വേണ്ട, നമുക്ക് എന്താ വേണ്ടേ, അതിന്റെ 2 പോയിന്റ്
2 പോയിന്റുകൾ മതി. റെസിഡൻഷ്യൽ ബിൽഡിംഗ് എല്ലാവർക്കും എന്തെന്ന് അറിയാം. അപ്പൊ ഈ ഓർഡർ കീപ്പ് ചെയ്യണം, ഓർഡർ പഠിക്കണം. ABCDE. അപ്പൊ റെസിഡൻഷ്യൽ, എഡ്യൂക്കേഷണൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, അസംബ്ലി, ബിസിനസ്, മർച്ചന്റൈൽ, ഇൻഡസ്ട്രിയൽ, സ്റ്റോറേജ്, ഹസാഡസ്. അപ്പൊ സാധാരണ എല്ലാവരും ചെയ്യുക, ഫസ്റ്റ് ലെറ്റർ എടുത്തുകൊണ്ട് പഠിക്കും. REIABMISH. അത് ബൈ ഹാർട്ട് ചെയ്തിട്ട് പോകും. അപ്പൊ ആ ഓർഡർ തെറ്റാണ്ട് നമുക്ക് കിട്ടും. അപ്പൊ ഈ ഓർഡർ തെറ്റാൻ പാടില്ല കേട്ടോ, ഓർഡറിനാണ് മാർക്ക് വരുന്നത്. ഓക്കെ, സോ നമുക്ക് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്തെന്ന് നോക്കാം. അപ്പൊ റെസിഡൻഷ്യൽ ബിൽഡിംഗ് നമുക്ക് എന്തെന്ന് അറിയാം. നിങ്ങൾ അതിന്റെ സബ് ഡിവിഷൻ ഒന്നും വേണ്ട, അതിനൊന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. A building which provide with sleeping accommodation for a normal residential purpose with or without cooking, dining or both the facilities. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു വീടാകുമ്പോൾ ബെഡ്, കിടക്കാനുള്ള ഒരു സൗകര്യം വേണ്ടേ. ഒരു വീടിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കിടക്കാന്നുള്ള ഒരു ഉദ്ദേശമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഓക്കെ, സ്ലീപ്പിംഗ് പർപ്പസ് ഫോർ എ നോർമൽ റെസിഡൻഷ്യൽ പർപ്പസ് വിത്ത് ഓർ വിത്തൗട്ട് കുക്കിംഗ്. അതായത് കിച്ചൺ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കിച്ചൺ ഉണ്ടാവാം, അതുപോലെ ഡൈനിങ് ഏരിയ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അങ്ങനത്തെ ബിൽഡിങ്ങിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്. അപ്പൊ റെസിഡൻഷ്യൽ ബിൽഡിംഗ് അത് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. എന്താ എക്സാമ്പിൾ, ലോഡ്ജിങ്, അതുപോലെ 1 or 2 ഫാമിലി പ്രൈവറ്റ് ഡ്വെല്ലിംഗ്, ഡോർമെട്രീസ്, അപ്പാർട്ട്മെന്റ് ഹൗസസ്, അത് ഫ്ലാറ്റ്, ഹോട്ടൽസ്. So these are the example of a residential building. അപ്പൊ റെസിഡൻഷ്യൽ ബിൽഡിംഗ് നിന്ന് ക്ലിയർ ആണല്ലോ, നമ്മൾ താമസിക്കുന്ന വീട്, ഫ്ലാറ്റ്, അതുപോലെ ലോഡ്ജ്. ബെഡ് ഉള്ള ഒരു കട്ടിലുണ്ടോ അതൊക്കെ പിടിച്ച് നമുക്ക് എന്താക്കാം, ഈ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആക്കാം. മനസ്സിലായോ? അപ്പൊ കട്ടിലുള്ള ഒരു ഇതാണെങ്കിൽ വി ക്യാൻ, അതിനെ നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഇസ് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ഓക്കെ, ദാറ്റ് ഈസ് ദ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. കിടക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായാൽ മാത്രം മതി. അടുക്കള ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, ഉണ്ടായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ ഡൈനിങ് ഏരിയ ഉണ്ടായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ദാറ്റ് ഈസ് ദ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗ്രൂപ്പ് എ. നെക്സ്റ്റ് വരുന്നതാണ് എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്. നമുക്കറിയാം എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് എന്താണ്. കാരണം എന്താ, നമ്മൾ കോളേജ്, സ്കൂളൊക്കെയാണ് എന്ത് പറയുന്നത്, എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. എനി സ്കൂൾ ബിൽഡിംഗ്സ് ഓർ ഡേ കെയർ, അതും ആവാം. ഡേ കെയർ ഉണ്ടല്ലോ, കുഞ്ഞു കുട്ടികൾ, 3 വയസ്സായ കുട്ടികളൊക്കെ അംഗനവാടി പോലെ ഡേ കെയർ ഉണ്ടല്ലോ. ഡേ കെയർ യൂസ്ഡ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ഫോർ മോർ ദാൻ 8 hours എ വീക്ക്. മനസ്സിലായോ? ആഴ്ചയിൽ 8 മണിക്കൂറെങ്കിലും ഉള്ളത്. അതിനാണ് നമ്മൾ എന്ത് പറയാ, എഡ്യൂക്കേഷൻ ബിൽഡിംഗ്. ഇൻവോൾവ് അസംബ്ലി ഫോർ ഇൻസ്ട്രക്ഷൻ, എഡ്യൂക്കേഷൻ, റീക്രിയേഷൻ. ഓക്കെ, വിച്ച് ഡു നോട്ട് കവർ ഗ്രൂപ്പ് ഡി. അതിനെ കുറിച്ചൊന്നും വേണ്ട, അതൊന്നും നമുക്ക് നോക്കണ്ട. ഓക്കെ, അപ്പൊ ഒരു സ്കൂൾ ബിൽഡിംഗ്, ഡേ കെയർ, ഓക്കെ, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു എഡ്യൂക്കേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ആഴ്ചയിൽ 8 മണിക്കൂർ അവിടെ ക്ലാസ് നടക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനൊരു എഡ്യൂക്കേഷൻ ബിൽഡിംഗ് ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പഠിപ്പിക്കുന്ന എല്ലാ സ്ഥലത്തിനും നമുക്ക് എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ആക്കണം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിനാണ് നമ്മൾ എന്ത് പറയാൻ പറ്റുള്ളൂ, എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് രീതിയിലുള്ള ഇത് കിട്ടും. നമ്മൾ വയലിൻ പഠിക്കാൻ പോകും, പാട്ട് പഠിക്കാൻ പോകും. അപ്പൊ അതിനൊന്നും എഡ്യൂക്കേഷൻ ബിൽഡിംഗ് ആയിരിക്കുന്നില്ല, നിങ്ങളൊരു ഹോളിൽ ഇരുത്തിയായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അപ്പൊ അതൊന്നും ഒരു എഡ്യൂക്കേഷൻ ബിൽഡിംഗ് അല്ല. ഓക്കെ, സോ അല്ലാത്ത സ്കൂൾ ബിൽഡിംഗ്, ഡേ കെയർസ്, അവിടെയൊക്കെ 8 മണിക്കൂർ കൂടുതൽ നടക്കണം. വിച്ച് ഇൻവോൾവ്സ്, അവിടെ ക്ലാസ് മാത്രം നടന്നാൽ പോരാ, അവിടെ എന്തൊക്കെ വേണം, ഇൻസ്ട്രക്ഷൻ, ക്ലാസ് എടുക്കാനുള്ള റൂം വേണം, ക്ലാസ് റൂം വേണം, എഡ്യൂക്കേഷൻ, റീക്രിയേഷൻ ആൻഡ് അതർ ആയിട്ടുള്ള ആക്ടിവിറ്റിക്ക് മറ്റു സ്ഥലങ്ങൾ. എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്, ദാറ്റ് ഇസ് ഗ്രൂപ്പ് ബി. Next is C, that is institutional building. Ab institutional building എന്ന് പറഞ്ഞാൽ these include any building അല്ലെങ്കിൽ അതിന്റെ part which is used for the purpose of medical or other treatment, care of persons suffering from physical or mental illness, diseases. Okay, അതായത് നമ്മൾ എന്താ പറയാ, institutional building എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ, ഓക്കെ, ഹോസ്പിറ്റൽ, ക്ലിനിക്സ്, അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയാ, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ്. അതുപോലെ ഓർഫനേജസ് ഒക്കെ ഇല്ലേ, ഓർഫനേജസ്, ഓൾഡ് ഏജ് ഹോം, ജയിൽ. അതായത് ജയിലിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് അല്ലെ, ജയിലിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പൊ ജയിലിലെ പോയിട്ട് നമുക്ക് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റുമോ? ജയിലിലും ബെഡ് ഉണ്ട്,
അപ്പൊ ജയിലിൽ പോയിട്ട് നമുക്ക് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അതൊന്നും അവർ നേരത്തെ പറഞ്ഞത് വിച്ച് നോട്ട് കവേർഡ് അണ്ടർ ഗ്രൂപ്പ് സി എന്ന് പറയുന്നുണ്ടല്ലോ, എക്സ്പെക്ട് ദോസ് അണ്ടർ ദ ഗ്രൂപ്പ് സി. അപ്പൊ ഗ്രൂപ്പ് സിയിൽ കുറെ കട്ടില് കിടക്കിക്കുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഇതിൽ വരില്ല എന്നാണ് അവർ പറയുന്നത്. അതാണ് ഇവിടെ എക്സ്പെക്ട് ദോസ് അണ്ടർ ദ ഗ്രൂപ്പ് സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ അസംബ്ലി ബിൽഡിങ്സ്, സോറി, ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് എന്ന് ക്ലിയർ ആയോ? അപ്പൊ ഹോസ്പിറ്റൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റുമോ? ഹോസ്പിറ്റലിൽ ബെഡ് ഉണ്ട് അല്ല. അപ്പൊ ഹോസ്പിറ്റൽ, ക്ലിനിക്സ്, ഓക്കെ, ക്ലിനിക്ക്, അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ഓർഫനേജ്, ഓൾഡ് ഏജ് ഹോം, ജയിൽ, പ്രിസൺ, അതുപോലെ മെന്റൽ ഇൽനെസ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയാ, കോൾഡ് ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്. ദാറ്റ് ഈസ് നോൺ ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്. ഓക്കെ, ദിസ് ഇൻക്ലൂഡ് എനി ബിൽഡിംഗ്. ഒരു ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ അതിന്റെ ബിൽഡിങ്ങിന്റെ ഒരു പാർട്ട് ആവാം. ഓക്കെ, which is used for the purpose like medical or treatment, care of a person suffering from physical or mental illness, diseases, care of infants, aged person. അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയാ, is known as an institutional building. ഇവിടെയൊക്കെ ബെഡ് ഉണ്ടാവും, ബട്ട് അത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ഹോസ്റ്റൽ ഏതായിരിക്കും വരുന്നുണ്ടാവുക, റെസിഡൻഷ്യൽ ആണ്. ഓക്കെ, അത് നമ്മൾ താമസിക്കുകയാണ് നമ്മള് ഹോസ്റ്റൽ, അവിടെ വേറെ ഫംഗ്ഷനും കാര്യങ്ങളൊന്നുമില്ല നമ്മള്. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വാട്ട് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് എന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അസംബ്ലി ബിൽഡിംഗ്. അസംബ്ലി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, അസംബ്ലി ചെയ്യാൻ, എല്ലാവരും കൂടി അസംബ്ലി ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, അസംബ്ലി ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എനി ബിൽഡിംഗ് ഓർ പാർട്ട് ഓഫ് എ ബിൽഡിംഗ് ലൈക്ക് തിയേറ്റർ ഒരു അസംബ്ലി ബിൽഡിംഗ് ആണ്. അസംബ്ലി ഹോൾസ്, അത് വലിയ ഹോള്, കല്യാണത്തിനൊക്കെ നമ്മൾ പോകുന്ന ഹോൾസ് ഇല്ലേ, അതുപോലെ റെസ്റ്റോറന്റ്, അതുപോലെ പ്ലേസ് ഫോർ വർക്ക്ഷിപ്പ്, പള്ളി, അമ്പലം. ഓക്കെ, അതുപോലെ ഡാൻസ് ഹോൾ, ഡാൻസിന് വേണ്ടി ആൾക്കാർ ഒത്തുകൂടുന്ന സ്ഥലത്തിന് മൊത്തം നമുക്ക് ഇങ്ങനെ വിളിക്കാം. ക്ലബ് ഹൗസ്, എയർ ടെർമിനൽ, സർഫസ് ആൻഡ് മറൈൻ, പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസ്, റീക്രിയേഷൻ പിയേഴ്സ്, സ്പോർട്സ്, അതായത് ഉദ്ദേശിക്കുന്നത് ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ. അതുപോലെ റീക്രിയേഷൻ പിയേഴ്സ്, സ്പോർട്സ് സ്റ്റേഡിയം, ജിംനേഷ്യം,